എടുത്തോ. ഇപ്പോൾ എച്ച് എടുത്തുകൊണ്ടിരിക്കുന്നത് വിജിയാണ്. വിജിയുടെ 22ാമത്തെ ടോട്ടൽ ക്ലാസ്സാണ്. അതിൽ 15 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ എച്ച് തുടങ്ങി. എന്നിട്ട് ചില ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ എച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ബാക്ക് റിവേഴ്സ് വന്ന് വലതുവശത്തെ കമ്പിയിൽ തട്ടൂല എന്ന് തോന്നി മുഴുവൻ തിരിച്ചു കഴിഞ്ഞാൽ വിജി അപ്പുറത്തെ സൈഡിൽ നോക്കും. കണ്ണാടിയിലൂടെ 3ാമത്തെ കമ്പിയെ കാണും. കമ്പിയെ കണ്ട് വണ്ടിയിൽ തട്ടൂല എന്ന് തോന്നുമ്പോൾ കറക്റ്റ് 2 റൗണ്ട് തിരിച്ച് നിൽക്കും. തിരിച്ച് നിർത്തിയിട്ട് വീണ്ടും തിരിച്ച് ആ ബാക്ക് ടയർ എത്തുന്നതിന് മുമ്പ് മുഴുവൻ തിരിക്കും. മുഴുവൻ തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിജി മുൻപിലോട്ടാണ് നോക്കുന്നത്. മുൻപിലോട്ട് നോക്കി ബോഡി ലെവലാവുമ്പോൾ 2 റൗണ്ട് തിരിക്കും. 2 റൗണ്ട് തിരിച്ചിരിക്കുമ്പോഴത്തേക്ക് വണ്ടി നേരെയാവും. അപ്പോൾ ഇത് സ്മാർട്ടായിട്ട് വിജി ചെയ്ത് കഴിഞ്ഞു. ഒരു പ്രശ്നങ്ങളുമില്ല. അന്ന് നമ്മൾ 2 ദിവസം മാത്രമാണ് വിജിക്ക് അത് പറഞ്ഞു കൊടുത്തത്. അടുത്ത ദിവസം മുതൽ വിജി ആ കാര്യം തനിച്ച് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇതുപോലെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന എല്ലാ കുട്ടികൾക്കും നന്നായി ഇതുപോലെ ചെയ്യാൻ പറ്റും. പക്ഷേ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ നന്നായി എടുക്കാൻ കഴിയില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്ലാസ്സുകളെ നന്നായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ സെക്കൻഡ് റിവേഴ്സാണ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഫോർവേഡ് കൊണ്ടുപോയി നിർത്തി ഇടതുവശത്തെ കമ്പിയെ നോക്കി വരും. കമ്പിയിൽ തട്ടുമെന്ന് നോക്കും. കമ്പിയിൽ തട്ടുമെന്ന് നോക്കി. ഇല്ലെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് വരും. ആ ടയർ എത്തുന്നതിന് മുമ്പ് ഫുള്ള് തിരിക്കും. ഫുള്ള് തിരിക്കുകയാണ്. ഫുള്ള് തിരിച്ച് കണ്ടു. ഫുള്ള് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കുന്നത് ഇപ്പുറമാണ്. ഇപ്പുറത്ത് നോക്കി ഈ ഒരു കമ്പിയെ കണ്ട് തട്ടൂല എന്ന് തോന്നുമ്പോൾ കറക്റ്റ് 2 റൗണ്ട് തിരിച്ച് കണ്ടോ. ഇവിടെ ആ ബാക്ക് ടയർ എത്തുന്നതിന് മുമ്പ് മുഴുവൻ തിരിച്ചു. മുഴുവൻ തിരിച്ച് കമ്പി തട്ടൂല. കറക്റ്റ് ഗ്യാപ്പായിരുന്നു. ഇനി അതുപോലെ ബോഡി ലെവലാകുമ്പോൾ 2 റൗണ്ട് തിരിച്ച് സ്മാർട്ടായി വണ്ടി നിൽക്കാതെ അടിപൊളിയായി 22ാമത്തെ ദിവസം വിജി എച്ച് എടുത്ത് കാണിച്ചു. അപ്പോൾ ചില കുട്ടികളെ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ പെടുന്ന പാടെന്ന് പറഞ്ഞാൽ ഊപ്പാട് വരും. ഫ്രണ്ടോട്ട് പോയി നിൽക്കട്ടെ. അപ്പോൾ അവരോട് നമ്മൾ ലെഫ്റ്റ് തിരിക്കാൻ പറഞ്ഞാൽ റൈറ്റ് തിരിക്കും. വേഗത കുറയ്ക്കാൻ പറഞ്ഞാൽ വേഗത കൂട്ടും. എൻജിൻ ഓഫാവും. വലിയ പ്രശ്നം. അപ്പോൾ ഇത് ഏത് കുട്ടികൾക്ക് പിടികിട്ടുന്നോ അവർക്ക് നന്നായി വണ്ടി ഓടിക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ചുരുക്കം. ഇത് കണ്ടോ എത്ര സ്മാർട്ടായിട്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും ഈ ലെവലിൽ ഉയരുക. അതാണ് നിങ്ങളുടെ ഐഡിയ എന്ന് പറയുന്നത്. നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്മാർട്ടായിട്ട് ചെയ്യണം. വിജി ഇറങ്ങി വരുമോ? ഇപ്പോൾ വിജിയാണ്. വിജി 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി പുറത്തോട്ട് വരികയാണ്. യെസ് വിജി, അടിപൊളിയായിട്ട് എച്ചെടുത്തു. സൂപ്പറായിരുന്നു. ഞാനത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തു. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് മറ്റ് കുട്ടികൾക്ക് വേണ്ടിയാണ്. മനസ്സിലായി? കാരണം ചിലർക്കൊക്കെ എച്ച് കിട്ടാത്ത കുട്ടികളുണ്ട്. അവർക്ക് ശരിയാവുന്നില്ല. അവർക്ക് ശരിയാവുന്നത് നമ്മൾ പറയുന്ന കാൽക്കുലേഷൻ അവർക്ക് പിടികിട്ടാത്തതുകൊണ്ടാണ്. ആ കാൽക്കുലേഷൻ അവർക്ക് പിടികിട്ടാത്തത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാമെന്നല്ല, നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. പക്ഷേ ആ കുട്ടിക്ക് എന്തൊക്കെയോ കാരണങ്ങളാൽ അത് റെഡിയാവുന്നില്ല. അങ്ങനെയുള്ള കുട്ടികളാണ് നമ്മൾ പറയുന്നത് അവർക്ക് മാൻ ഓവർ അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് വീക്കാണ് എന്നുള്ളത് പറയുന്നത്. അങ്ങനെയാണ്. ഇപ്പോൾ എച്ച് എടുത്തപ്പോഴത്തേക്ക് എന്താണ് പിന്നെ വിജിക്ക് എച്ചിനെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയാണ് പറയേണ്ടിയിരിക്കുന്നത്? ഇപ്പോൾ വിജി എടുത്തപ്പോൾ ഒരുപാട് പോയിൻറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. 1, വണ്ടി നിന്നില്ല, ടയറുകൾ റോളിങ്ങിലായിരുന്നു. 2, കൃത്യമായി തിരിച്ചു, അതുപോലെ തന്നെ തിരിച്ചു. അപ്പോൾ ഈ ബോഡി ലെവലിംഗ് നമ്മൾ പഠിക്കുന്ന ഡ്രൈവിംഗ് തുടങ്ങുന്ന ദിവസങ്ങളിലാണ്. അതുപോലെ നമ്മൾ റോഡ് കറക്റ്റ് ആവുന്നില്ലെങ്കിൽ അതിൻ്റെ ഫൈനലാണ് എച്ച് എന്ന് പറഞ്ഞാൽ. ഒരു വണ്ടി നമ്മൾ നിർത്തിയിട്ടെടുക്കുമ്പോൾ സമയതാമസം വരരുത്. ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് പ്രഷർ കൊടുത്ത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യണം. ബ്രേക്കിലും ആക്സിഡൻറ്റിലും കാല് മാറി വർക്ക് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഈ സംയോജനമാണ് അവസാനത്തെ എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യത്തെ 4 ദിവസത്തെ ക്ലാസ്സുകളിൽ കറക്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് 15ാമത്തെ ദിവസം എച്ച് പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർ കൂടെ ഇരുന്നല്ല വിജയെ പഠിപ്പിച്ചത്. ഇൻസ്ട്രക്ടർ പുറത്ത് നിന്ന് വിജയെ കൊണ്ട് തനിച്ചെടുപ്പിച്ചതാണ്. ഓക്കെ, ആ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ വിജയ്. സാർ പുറത്ത് നിന്നിട്ടാണ് പറഞ്ഞത്. ഒരു കമ്പി കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് വന്ന് മേറക്കൂടെ തിരി നോക്കി അപ്പോൾ കമ്പി കഴിയുമ്പോഴത്തേക്ക് തിരിക്കണം, ബാക്ക് ടയറും അവിടെ നിന്ന് പിന്നെ തിരിക്കണം എന്ന് പറഞ്ഞു. അതേ കണക്ക് ചെയ്തു. 2-3 ദിവസമായപ്പോഴത്തേക്ക് റെഡിയായി. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തുകൊണ്ട് ടെസ്റ്റിന് ഇനിയും ദിവസങ്ങൾ ബാക്കിയാണ് അല്ലേ? അപ്പോൾ ടെസ്റ്റിന് പ്രത്യേകിച്ച് ഇനി ഒരു ക്ലാസ്സിൻ്റെ കാര്യമില്ല. കാരണം ഇനി നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ മാമത്ത് വെച്ചാണ്. വേറൊരു ഗ്രൗണ്ടാണ്. അവിടെയും എവിടെ നമ്മൾ എച്ചിൻ്റെ ട്രാക്കുകൾ അടിച്ചാലും നമുക്ക് കമ്പികൾ നോക്കി എടുക്കുന്ന ഒരാളിന് സുഖമായി നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഈ കമ്പികൾ നോക്കിയെടുക്കുന്ന നാളെ നമ്മൾ കാർ ഷെഡിനകത്തോട്ട് കയറ്റുകയാണ്. അവിടെ ഈ കമ്പികൾ കാർ ഷെഡിൻ്റെ ചുവരുകളായിട്ട് മാറും. അപ്പോൾ ആ ചുവരുകളിൽ തട്ടാൻ സാധ്യതയുണ്ടോ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ ഒരു ക്ലാസ് കൊണ്ട്. അല്ലാതെ എച്ചെടുക്കാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ചുരുക്കത്തിൽ എല്ലാ കാര്യങ്ങളും വേഗത ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഏതൊരു കാറും
അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും. എന്തു പറയുന്നു? ഓക്കെയാണ്. വണ്ടി ഡ്രൈവിങ്ങിന് എങ്ങനെയുണ്ട്? റോഡ് ക്ലാസ് റോഡ് ക്ലാസ് ഇനി 3-4 മാസം കൂടെ ഉണ്ട്. എന്നാൽ ഇപ്പോഴൊരു കാറ് കിട്ടിയപ്പോൾ ഹസ്ബൻഡ് കാർ എടുത്ത് തരികയാണ്. ഓടിക്കാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ.